നമസ്കാരം. അവസാനിക്കുമെന്ന് കരുതിയ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രസ്താവനകളും ഭീഷണികളും ഒരു ആഗോള യുദ്ധത്തിന്റെ ഭീതിയാണ് ഉയർത്തുന്നത്. ലോകമെമ്പാടുമുള്ള ഇന്ധന വിതരണത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന തീരുമാനമാണ് ഇരുപക്ഷത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തെ ഇന്ധന ഊർജ കവാടം എന്നറിയപ്പെടുന്ന ഈ കടലിടുക്ക് തടസ്സപ്പെട്ടാൽ അത് ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പാണ് സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങൾ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി തങ്ങളുടെ വൈദ്യുത നിലയങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ആക്രമിക്കപ്പെട്ടാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി അവസാനിക്കാറായതോടെയാണ് ലോകം വലിയൊരു സൈനിക നീക്കം ഭയന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ അമേരിക്ക കൂടുതൽ യുദ്ധക്കപ്പലുകളും B-52 ബോംബർ വിമാനങ്ങളും വിന്യസിപ്പിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ മേഖലയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിലെ നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള പട്ടണത്തിലാണ് മിസൈലുകൾ പതിച്ചത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആരും കൊല്ലപ്പെട്ടില്ല എന്നത് ഒരു അത്ഭുതമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചു. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ തകർക്കുമെന്നും അവരുടെ പ്രാദേശിക സ്വാധീനം ദുർബലപ്പെടുത്തുമെന്നും ഇസ്രായേലും അമേരിക്കയും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ നിന്നുള്ള വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് സംഘർഷത്തിന് പുതിയൊരു മാനം നൽകിയിട്ടുണ്ട്. ഇതിന് പകരമായി തെക്കൻ ലെബനനിലെ പാലങ്ങൾക്ക് നേരെ ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തി. ഇത് ഒരു കരയുദ്ധത്തിന്റെ മുന്നോടിയാണെന്ന് ലെബനൻ സൈന്യം നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട്. ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ആഴ്ചകൾ നീളുന്ന ശക്തമായ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സൈനിക നീക്കങ്ങൾ ലോകവിപണിയെ സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരുകയും പ്രധാന വിമാന റൂട്ടുകൾ തടസ്സപ്പെടുകയും ചെയ്തത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. യുദ്ധഭീതിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് കുതിച്ചു. വിമാന കമ്പനികൾ പശ്ചിമേഷ്യ ആകാശപരിധി ഒഴിവാക്കി സർവീസ് നടത്താൻ ഉദ്ദേശിച്ചു. ഇത് ആഗോളതലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സമാധാന ചർച്ചകൾക്ക് പകരം മിസൈലുകളും ഭീഷണികളും കൈമാറുന്ന ഈ സാഹചര്യം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ആശങ്കയാണ് ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ന് അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും ട്രംപിന്റെ ഭാഗത്തു നിന്ന് കർശനമായ സൈനിക നീക്കം ഉണ്ടാകുമെന്ന സൂചനകൾ ലോകത്തെ ഭീതിയിലാഴ്ത്തുന്നതാണ്. വരും മണിക്കൂറുകൾ പശ്ചിമേഷ്യയുടെ ഒപ്പം ലോകത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത് നിർണായകമാകും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.